ഇപ്പോൾ ശ്രീ എം ടി രമേശ് ബി.ജെ.പിയുടെ പ്രമുഖ നേതാവ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എം ടി രമേശ്, ഈ കുറ്റ്യാടിക്കടുത്തുള്ള നെടുമണ്ണൂർ സ്കൂളിൽ ഇങ്ങനെ ഒരു ഗണപതി ഹോമം നടക്കുന്നു, അവിടെ CPM-ന്റെ കുറെ പ്രവർത്തകർ വരുന്നു, അവർ തടസ്സപ്പെടുത്തുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഇതൊരു വിധ്വംസക പ്രവർത്തനമെന്നാണ് ഇവിടെ ഇപ്പോൾ സംസാരിച്ചത് CPM-ന്റെ കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി അംഗമായ MK ശശിയാണ്. എന്താണ് താങ്കളുടെ ഒരു നിലപാട്? അല്ല, ഞാൻ മനസ്സിലാക്കിയത് അതൊരു CPM-ന്റെ സ്വാധീന മേഖലയിലാണ്. അവിടെ ഒരു മാനേജ്മെന്റ് സ്കൂളാണ്. മാനേജ്മെന്റ് സ്കൂളിൽ മാനേജർ പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭൂമി പൂജയും ഗണപതി ഹോമവും നടത്തുന്നതാണ് വിധ്വംസക പ്രവർത്തനമാവുന്നത്. ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് സ്കൂൾ ടൈം എന്നുള്ള രാത്രിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ പൂജ നടത്താൻ പാടില്ല. നാളെ ഒരു സ്കൂൾ കെട്ടിടം വെഞ്ചരിച്ചാൽ വിധ്വംസക പ്രവർത്തനമാവോ? നമ്മുടെ മുസ്ലിം മതാചാര പ്രകാരം പുതിയ മത ചടങ്ങുകളുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതെങ്ങനെ വിധ്വംസക പ്രവർത്തനമാവോ? അപ്പൊ CPM-ന്റെ ഗണപതി ഹോമം പൂജയും മാത്രമാണ് വിധ്വംസക പ്രവർത്തനം. ഇത് വളരെ ബോധപൂർവ്വം CPM ഉണ്ടാക്കുന്ന ഒരു ശ്രമമാണ്. അത് CPM നേതൃത്വം വ്യക്തമാകട്ടെ, അവർക്ക് എന്തൊക്കെയാണ് വിധ്വംസക പ്രവർത്തനം, എന്തൊക്കെയാണ് അല്ലാത്തതെന്ന് വ്യക്തമാക്കട്ടെ. ഇത് CPM-ന്റെ ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുള്ള പരിപാടിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സ്കൂൾ മാനേജ്മെന്റ് ഒരു കോൺഗ്രസ് മാനേജ്മെന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങൾക്കതിൽ വലിയ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തനം ഇല്ലാത്തൊരു സ്ഥലമാണ്. BJPക്ക് അവിടെ പ്രവർത്തനമില്ല, പ്രവർത്തകരുമില്ല. 100% CPM ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും പരാതി CPM-ന് ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടുകയല്ലേ വേണ്ടത്. അതിന് അവിടെ അക്രമം നടത്തുകയാണ്. എന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ പൂജ നടക്കുന്ന സമയത്ത് അതിക്രമിച്ച് കയറി പൂജാദ്രവ്യങ്ങളൊക്കെ തട്ടിയെറിഞ്ഞ് ആ പൂജ നടത്തുന്ന ആളുകളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ആരാ CPM-ന് അധികാരം കൊടുത്തത്? അപ്പൊ ഇതൊക്കെ വളരെ ബോധപൂർവമാണ്. അതുകൊണ്ട് ഇതിന് CPM മറുപടി പറയേണ്ടി വരും. ഇതൊക്കെയാണോ CPM-ന്റെ സമീപനം എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ സമ്മേളന വേദിയിൽ പരസ്യമായി നിസ്കരിക്കാൻ എങ്ങനെ അവസരം കൊടുക്കുന്നത്? അപ്പൊ CPM-ന് ചിലതിനോട് മാത്രം താല്പര്യവും ചിലതിനോട് അസ്വസ്ഥതയും ഉണ്ടാകുന്നതിന്റെ കാര്യം എന്താണ്? ഈ CPM നേതാക്കന്മാരൊക്കെ തലയിൽ മുന്നിട്ട് അമ്പലത്തിൽ പോയി ജനപതിയൊന്നും നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അത് വിധ്വംസക പ്രവർത്തനമല്ലേ? അപ്പൊ ഇതൊക്കെ CPM-ന്റെ ഇരട്ടത്താപ്പാണ്. ഇതിൽ CPM ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ട് വരും, സംശയമില്ല. ശരി, നന്ദി ശ്രീ എം ടി രമേശ്.